FMG റിസൾട്ട് വന്നു. FMGയിൽ വിജയിച്ച എല്ലാ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഈ വിജയം അത്ര നിസ്സാരമല്ല. ഏകദേശം 43,000 സ്റ്റുഡൻസ് ആണ് ഇന്ത്യയിൽ 2025 ഡിസംബർ മാസം എക്സാമിനേഷൻ എഴുതിയത്. ഇതിനകത്ത് ഏകദേശം 11,000 സ്റ്റുഡൻസ് ആണ് പാസ് ഔട്ട് ആയത്. ഏകദേശം 25% സ്റ്റുഡൻസ്. നമുക്കറിയാം MBBS ഇന്ത്യയിൽ സീറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം കഠിനമാണെന്നുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ മാത്രം ഏകദേശം ഒരു MBBS സീറ്റ് കിട്ടാൻ വേണ്ടി നീറ്റ് എക്സാമിനേഷൻ 4 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് എക്സാം എഴുതുന്നത്. പക്ഷേ കേരളത്തിലാകെ നമുക്ക് ഇപ്പോൾ ഗവൺമെൻറ് കോളേജുകളും അതുപോലെ തന്നെ സാശ്രയ മെഡിക്കൽ കോളേജിലെല്ലാം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 6,000+ സീറ്റ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. ഓൾ ഇന്ത്യ ലെവലിൽ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 1,20,000 സീറ്റ്സ് മാത്രമാണ് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ ഏകദേശം 22 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഒരു വർഷം നീറ്റ് എക്സാമിനേഷൻ എഴുതുന്നത്. ഇന്ത്യയിൽ ഇത്രയും വലിയൊരു മത്സരങ്ങൾക്കിടയിലാണ് നിങ്ങൾ വിദേശ രാജ്യങ്ങളായിട്ടുള്ള റഷ്യയിലും അതുപോലെ തന്നെ കസാക്കിസ്ഥാൻ, ജോർജിയ, പല സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും എല്ലാം പഠിച്ച് നിങ്ങൾ തിരിച്ചു വന്ന് ഇന്ത്യയിൽ വന്ന് FMG എക്സാമിനേഷൻ എഴുതാനും തീരുമാനിക്കുന്നത്. വിദേശത്ത് MBBS പഠിക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം FMGE എന്ന് പറയുന്ന ഈ എക്സാമിനേഷൻ അവരുടെ ലൈഫിൽ തന്നെ വലിയൊരു ടേണിംഗ് പോയിന്റ് ആണ്. ആ വെല്ലുവിളി ഏറ്റെടുത്ത് വിജയിച്ച നിങ്ങൾ വെറും ഒരു മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് അല്ല, നിങ്ങളിനി ഇന്ത്യയുടെ അഭിമാനമായ ഡോക്ടേഴ്സ് ആണ്. നിങ്ങളുടെ കരിയറിൽ, നിങ്ങളുടെ ഫ്യൂച്ചറിൽ എല്ലാവിധ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. കൺഗ്രാറ്റുലേഷൻ ടു ഓൾ ദ അച്ചീവേഴ്സ്. താങ്ക് യു.